എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മളുടെ യൂഷ്വൽ വീക്ക്ലി സൈക്കിൾ തുടങ്ങി. ഇന്നലെ തോട്ട്സ് നോക്കി അല്ലേ? ഇന്ന് നമുക്ക് ഫീലിങ്സ് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തുള്ള അവരുടെ ഫീലിങ്സ് എന്താണ്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്കായിട്ട് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങൾക്കായിട്ട് എന്ന് നോക്കാം. നിങ്ങളുടെ ഷഫ്ലിംഗ് ടൈമിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ മുഖം മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി ഇതുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. ഓക്കെ, ഡിസ്ക്ലെയിമർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടോളാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമുക്ക് ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുമുള്ള അവരുടെ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്നൊന്ന് പറഞ്ഞു തരൂ. എടുക്കുകയാണേ. കിങ് ഓഫ് കപ്സ്, ഗുഡ്. സ്റ്റാർ, ടു ഓഫ് സ്വാർഡ്സ്, ഓക്കെ. മൂൺ, ഓക്കെ. ഏസ് ഓഫ് പെൻഡക്കിൾസ്, ഗുഡ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, നോട്ട് ഗുഡ്. 10 ഓഫ് wands, ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ, മറ്റേ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. 10 ഓഫ് wands. ഹാങ്ഡ് മാൻ, എന്ത് പറ്റി നിങ്ങളുടെ പേഴ്സൺ എന്ന. 9 ഓഫ് കപ്സ്, 8 ഓഫ് wands. ലവേഴ്സ്, ടെമ്പറൻസ്, 8 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ എന്നെന്തോ മൂഡ് സ്വിങ്സ്, അത്ര നല്ല മൂഡിലല്ലാത്ത പോലെ ഒരു ഫീലിംഗ്. എന്തോ പറ്റി? കാര്യം സ്നേഹമൊക്കെ ഉണ്ട്, കാരണം കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് ഇവർ നിങ്ങളെ ഓർക്കുന്നത്. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ലക്ക് കൊണ്ടുവന്ന ആളാണ്, ലക്കി ചാമാണ് എന്നൊക്കെ അവർ വിചാരിക്കേണ്ടത്. ഒരുപാട് സ്നേഹം ഉണ്ട്, നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ ചിലരെങ്കിലും ഒരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്നതായിട്ടും ഒരു മിസ്സിങ് എനർജി വല്ലാതെ അവിടെ ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. ക്ലാരിഫൈ 2 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 2 ഓഫ് സ്വാർഡ്സ്. ഒരു കൺഫ്യൂഷൻ പോലെ. ക്ലാരിഫൈ 2 ഓഫ് സ്വാർഡ്സ്. എന്ത് കൺഫ്യൂഷനാണ് ഡിവൈൻ അവർക്ക് അവിടെ ഉള്ളത്? എന്ത് കൺഫ്യൂഷനാണ് അവർക്ക് അവിടെ ഉള്ളത് എന്നൊന്ന് പറഞ്ഞു തരും. മിസ്സിങ് എനർജിയുമാണ്, എനിക്ക് ക്ലിയർ ആയില്ല. മിസ്സിങ് എനർജി മനസ്സിലായി ഡിവൈൻ. എന്ത് കാരണം കൊണ്ടാണ് ഇവർ ജഗ്ലിങ്ങിൽ ഇരിക്കുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. എന്ത് കാരണം കൊണ്ടാണ് ഇവർ ക്രോസ് റോഡ് സിറ്റുവേഷനിൽ ഇരിക്കുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. എന്ന് പറഞ്ഞു തരും. മിസ്സിങ് എനർജി ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഹെയറോഫൻറ്റ്, അവിടെ ക്രോസ് റോഡ് സിറ്റുവേഷൻ വരാൻ കാര്യം ഒന്നുകിൽ ഇവർ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക, മാരീഡാണ്. ഓക്കെ, ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഒരു ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നു. ഈ എല്ലാ ഫാക്ടേഴ്സും ഇതിലേതെങ്കിലും ആയിരിക്കാം. ഇവർ സമൂഹത്തിൽ ഒരു 4 ആൾ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇവർക്ക് നോക്കിയേ പറ്റൂ. അതായത് ഇവർ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇവരുടെ ജോലിയെ അല്ലെങ്കിൽ പദവിയെ അങ്ങനെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ
ഇവർ ആ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളെ സ്നേഹമാണ്, കാരണം മിസ്സിങ് എനർജി അവിടെ വന്നു. ഇതെങ്ങനെ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളൊരു ജഗ്ലിങ്ങിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. മൂൺ വെച്ചിട്ട് ഒരുപാട് മിസ്സിങ് എനർജി വീണ്ടും കാണുന്നു. ഒരു മിസ്സിങ് എനർജിയിലാണ് അവരിയ്ക്കുന്നത്. അതേപോലെ ഇൻസെക്യൂരിറ്റി കാണുന്നുണ്ട്. അതായത് നിങ്ങളിവരെ വിട്ടുപോകുമെന്നുള്ളൊരു ഭയം ഇവർക്ക് കോൺസ്റ്റൻ്റ്ലി ഉള്ളതായിട്ടും കാണുന്നു കേട്ടോ. തുടർച്ചയായിട്ട് ഇവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. നിങ്ങളുമായി ഒരു പുതിയ ബിഗിനിങ് വേണമെന്നൊക്കെ തന്നെ ഇവർ വളരെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസും, കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കണം 3 കാർഡ് ഒരു ഹാങ്ഡ് സിറ്റുവേഷനെ നമുക്ക് കാണിക്കുന്നു. ഒന്ന് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, അതൊരു സ്ലോയിങ് ഡൗൺ എനർജിയാണ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഡിവൈൻ? എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി? എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി അവിടെ? എംപറർ, അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതേ കാര്യമാണ് അവിടെ റിപ്പീറ്റ് ആവുന്നത്. കാരണം ഇവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് അവിടെ. കാരണം ഇവർ ഒരു റെസ്പെക്റ്റഡ് പദവി, ഒരു ലീഡർഷിപ്പ് രീതിയിലൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അപ്പോൾ അവിടെ ഇവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ മതിയാകൂ. ഈ പറഞ്ഞ പോലെ കാസ്റ്റ് കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, ജോലി, അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ലൈഫിൽ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അതേപോലെ ഇവരുടെ തന്നെ ഈഗോ ഒരു പ്രശ്നമായിരിക്കാം. ഇവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് അവർക്ക് താഴ്ന്നു തരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളോട് സ്നേഹമാണെന്ന് പറയുന്നത് തന്നെ അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന പോലത്തെ, നിങ്ങൾ പറയട്ടെ എന്നുള്ള രീതിയിൽ അവർ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു കണക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് അവിടെ കുറച്ച് പ്രാക്ടിക്കാലിറ്റിയാണ് നമുക്ക് കൂടുതലായിട്ടും കണക്റ്റ് ആവുന്നത് കേട്ടോ. ഓവർ പ്രാക്ടിക്കലായാലും ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ആ എനർജീനെ വളരെ സ്ലോ ഡൗൺ ആക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ആ ബേർഡൻ എടുത്ത് മനസ്സിൽ വെക്കുകയാണ്. ഈ പ്രോസസ്സിൽ ഇവർ ചെയ്യുന്ന കാണാൻ നിങ്ങളോട് ഇവർക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് എക്സ്പ്രസ് ചെയ്യാതെ ഇവരിങ്ങനെ ഉള്ളിൽ അടക്കി വെച്ചിട്ട് സ്വയം ബേർഡനും അനുഭവിക്കുകയാണ് മനസ്സിൽ. ഇത് തുറന്ന് പറയാൻ പറ്റാതെ സ്വയം സഫർ ചെയ്യുകയാണ്, എന്നിട്ട് വേദനിക്കുകയാണ്, എന്നിട്ട് ഈ ബേർഡൻ താങ്ങി നിൽക്കുക. അതൊന്ന് തുറന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ക്ലാരിഫൈ 10 of Wands, ക്ലാരിഫൈ 10 of Wands, ക്ലാരിഫൈ 10 of Wands. അവിടെ തുറന്നു പറഞ്ഞാൽ അതൊരു വലിയ റിസ്കിൽ കലാശിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു കേട്ടോ. എടുത്ത് ചാട്ടമായി പോകും. നിങ്ങളോട് ആ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അതൊരു എടുത്ത് ചാട്ടമായി പോകും. അതിലൊരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്നവർ ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ അങ്ങ് ഒരു എന്താ പറയുക, മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിൽ നമുക്ക് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ആലോചിച്ച് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇത്രയും ഫാക്ടേഴ്സ് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ ഒരു പുതിയ തുടക്കത്തിനെ പറ്റിയിട്ടൊക്കെ ഇവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂന്നും കണക്റ്റഡ് ആയിട്ട് എടുത്തോളണം. പുതിയ തുടക്കം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഇവരുടെ പ്രാക്ടിക്കാലിറ്റി ഇവരെ തടയുന്നു. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് എന്നുള്ള രീതിയിൽ പോയാൽ അത് ഒരു റിസ്കിൽ കലാശിക്കുമെന്നും അവർ ചിന്തിക്കുന്നു കേട്ടോ. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ, അതായത് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവിടെ അവരുടെ മനസ്സിലുണ്ട് കൂടുതലായിട്ട് അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്നത് പോലെ, പ്രാർത്ഥനകളിലൂടെ കാര്യങ്ങൾ ശരിയാക്കി എടുക്കാൻ ശ്രമിക്കില്ലേ, അങ്ങനെ ഒരു രീതിയിൽ ഡിവൈൻ്റെ അടുത്ത് സറണ്ടർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നതായിട്ട് ആണ് കാണുന്നത്. അതായത് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ ഇവർക്ക് തോന്നാറുമുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്, ഇതിന് ഒരു സൊല്യൂഷൻ വേണം എന്നുള്ള രീതിയിൽ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷനിൽ വരികയും ചെയ്യും. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം,
സംസാരിക്കണം, കഴിയുമെങ്കിൽ നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. എല്ലാ ഫാക്ടേഴ്സും അവിടെ കിടക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഈ ആഗ്രഹമാണ്. അതായത് നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം. അവർക്ക് ലൈഫിൽ വേറെ എല്ലാം ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഒരു കുറവ് അതും കൂടി വന്നാലേ അവിടെ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ, മുഴുവനാവുള്ളൂ എന്നുള്ളൊരു ഒരു ചിന്ത അവർക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായി കമ്മ്യൂണിക്കേഷനിൽ വരണം, സംസാരിക്കണം, കാര്യങ്ങൾ പങ്കുവെക്കണം എന്നെല്ലാം ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കോളും മെസ്സേജും എല്ലാം വരാനുള്ള സാധ്യതയുമുണ്ട് കേട്ടോ. അവിടെ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരുപാട് സ്നേഹത്തോടെയാണ് ഇവർക്ക്, മനസ്സ് നിറയെ നിങ്ങളോട് സ്നേഹമാണ്. കിങ് ഓഫ് കപ്സും ഉണ്ട്, ലവേഴ്സും വന്നിട്ടുണ്ട്. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് വീണ്ടും അവർ നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഒരു ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങളുടെ റിലേഷൻഷിപ്പിനുണ്ട് എന്നും ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലുമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലാണ്. വയർ തന്നെ ലോങ് ഡിസ്റ്റൻസ്. 8 ഓഫ് കപ്സിൻ്റെ എനർജി എന്തുകൊണ്ടാണ് ഡിവൈനോട്, അവിടെ എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്? വേൾഡ്, ഞാൻ പറഞ്ഞില്ലേ ലോങ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസും ആയതുകൊണ്ട് ആണ് ഇത്രയും ചിന്തകൾ വരുന്നത്. ദൂരെ മാറിയിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ചിന്തകൾ ഒരുപാട് വരുന്നത് അല്ലേ. ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ്, വിഷമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്, മിസ്സിങ് എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനും ഇവരുടെ മനസ്സിലുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണമെന്ന് തന്നെയാണ് ഇവർ അൾട്ടിമേറ്റ്ലി ചിന്തിക്കുന്നത് കേട്ടോ. ഗിവ് സം മോർ കാർഡ്സ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിനായിട്ട് എൻ്റെ വ്യൂവേഴ്സിന് കുറച്ചുകൂടെ കാർഡ്സ് തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് കൂടുതൽ കാർഡ്സ് തരും ഡിവൈൻ. ഏസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങളുമായൊരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ ഇവർ ആലോചിക്കേണ്ടത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്ന് തന്നെയാണ് അവിടെ അർത്ഥമാകുന്നത് കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ കരുതുന്നു. എന്ന് വെച്ചാൽ സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്ന് തന്നെ അവർ കരുതുന്നുണ്ട് കേട്ടോ. അതേപോലെ 6 ഓഫ് വാൻഡ്സ്. ഒരു വിവാഹം, ഒരു പ്രപ്പോസൽ. അവർ അവരുടെ സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്നു പറയാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ്. ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങൾ ജോലി സംബന്ധമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അവിടെ ഇവർ നിങ്ങളുടെ അടുത്ത് അട്രാക്ഷനോടൊപ്പം സ്നേഹത്തോടൊപ്പം റെസ്പെക്റ്റും ബഹുമാനവും ഉണ്ട് ഇവർക്ക്. കാരണം നിങ്ങളുടെ ധൈര്യം, നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ കോൺഫിഡൻസ്, ഇതൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ വളരെ ആരാധനയോടെ നിങ്ങളെ നോക്കുക പറയില്ലേ, ആരാധനയും ഉണ്ട് നിങ്ങളുടെ അടുത്ത് എന്നാണ് അവിടെ കാണിക്കുന്നത്. ചിലരെങ്കിലും ഒരു സാബോട്ടാജിൻ്റെ എനർജിയിലുണ്ട് എന്ന് കാണുന്നു. ഒരു ബ്ലോക്കേജ് അവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ മെസ്സേജൊക്കെ ചെയ്താൽ ഇവർ റിപ്ലൈ ഒന്നും ചെയ്യണ്ടാവില്ല. എല്ലാവർക്കും ആയിരിക്കില്ല, ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കേട്ടോ. ആ സാബോട്ടാജ് എനർജി ഉള്ളവർ അവിടെ ഒന്ന് സ്വയം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മെസ്സേജ് അയക്കില്ല എന്നുള്ള വാശിയിൽ ഇരിക്കുന്ന ആൾക്കാർ ചിലരുണ്ടാവില്ലേ, അങ്ങനെ. എംപ്രസ്. എന്നാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ എംപ്രസ് സാന്നിധ്യമാണ്, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല എന്നൊക്കെ തന്നെ ഇവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളവരെ കെയർ ചെയ്തതുപോലെ സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് സ്നേഹിക്കുകയില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. കൺഫ്യൂഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ. 10 ഓഫ് പെൻറ്റക്കിൾസ്. 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്ന്, ഇവരുടെ ഫാമിലിയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് അതുമായിരിക്കാം അവിടെ കൺഫ്യൂഷൻ. കാരണം ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസിഡറേഷൻ അവിടെ ഉണ്ട്. ഫാമിലി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാരൻസ് ആയിരിക്കാം, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിരിക്കാം, ഓക്കെ, സ്പൗസ്, കുട്ടികൾ, അങ്ങനെ ആയിരിക്കാം. എന്തായാലും അവരെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കടമ ഇവർക്ക് ഉണ്ട്. അപ്പോൾ അതിലും കൂടി ഫോക്കസ് ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു ഫീലിങ്ങും ഇവർക്കുണ്ട് കേട്ടോ. 10 ഓഫ് കപ്സ്. 10 ഓഫ് കപ്സ് ഒരു ഹാപ്പി ഫാമിലി. ഇത് 2 രീതിയിലാവാം. ഒന്നുകിൽ നിങ്ങൾ അവരുടെ ആ ഒരു ഹാപ്പി ഫാമിലിയിൽ ഒരു മെമ്പർ ആകണം
എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. കേസ് ബൈ കേസ് എടുക്കുക. നിങ്ങൾ രണ്ടുപേരും മാരീഡ് അല്ല, അവിടെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരിക എന്നുള്ളൊരു ചിന്തയും അവിടെ ഉണ്ടായി കാണട്ടെ. അങ്ങനെ ചിന്തിക്കുന്നതും ആവാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കൂടി കൺസിഡർ ചെയ്യുന്നു എന്നും ആവാം. ഓക്കെ, ഇത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആയതുകൊണ്ട് നിങ്ങൾ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ വരുന്നു. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നിവർ വിചാരിക്കുന്നു എന്നും നമുക്ക് എടുക്കാം. സ്ട്രെങ്ത് വരുമ്പോൾ അവർ വളരെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഫൈനാൻഷ്യലായിട്ടും ഇമോഷണലായിട്ടും റെസ്പോൺസിബിലിറ്റീസായിട്ടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് വളരെ ക്ഷമയോടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ചിലർക്കൊരു പ്രപ്പോസൽ, എല്ലാ തടസ്സവും എന്തൊക്കെ തടസ്സം പറഞ്ഞാലും അവസാനം ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൽ വന്ന് നിൽക്കുന്നതായിട്ട് തന്നെ കാണുന്നു. 11 കാർഡാണ്, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്, പ്രപ്പോസൽ, കല്യാണം. അവിടെ അപ്പോൾ ഇവിടെ 2 ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് കല്യാണത്തിലേക്ക് എത്തണം, ഒരു ഹാപ്പി ഫാമിലിയിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഹൈ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വരണം, നിങ്ങളെ കാണണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പ്രതി വളരെ റെസ്പോൺസിബിളായിട്ടും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു ഫാമിലി ആകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു ഫാമിലിയുടെ ഉള്ളിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരിക, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയും അവർക്ക് ഉണ്ട്. അവരുടെ സംരക്ഷണ വലയത്തിൽ നിങ്ങളെ നിർത്തണം എന്നുള്ള, ജോലിയിലും അതേസമയം ഈക്വലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ജോലിയിൽ വളരെ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആവുന്ന ആൾക്കാരാണ്. അവിടെ പൈസ സമ്പാദിക്കുക, സേവ് ചെയ്യുക, നിങ്ങളെ സേഫാക്കുക, അവരെ സേഫാക്കുക എന്നുള്ള എല്ലാ ചിന്തകളും അവർക്കുണ്ട്. ഇനി വേണോ 2 കാർഡ് കൂടെ എടുക്കാം. ഒരു കോണ്ടാക്റ്റ് തരുന്നതിനെ പറ്റിയിട്ടും ഇവർ ആലോചിക്കുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് ഒന്നുകിൽ ഇവർ നിങ്ങളെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പഴയ മെസ്സേജസ് അങ്ങനെയൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആണ്, സംസാരിക്കുന്നുണ്ടായിരിക്കും, ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സംസാരമുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് തന്നെ കാണുന്നു. നിങ്ങൾക്കൊരു മെസ്സേജ് കോളൊക്കെ വരാനുള്ള സാധ്യതയും അവിടെ കാണുന്നു. ഏസ് ഓഫ് സ്വാർഡ്സ്, അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവർക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി, നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് കാർഡ് കേട്ടോ, ലാസ്റ്റ് കാർഡ്, പ്ലീസ് ഗിവ് മീ ലാസ്റ്റ് കാർഡ് ഡിവൈൻ. ഓ, 2 ഓഫ് കപ്സ്. ഓക്കെ, ഹാപ്പി കാർഡ്. 2 ഓഫ് കപ്സ് ഇപ്പുറത്ത് 3 ഓഫ് കപ്സ് ആണ്. ഒരു സെലിബ്രേഷൻ, ഗെറ്റ് ടുഗദർ, റീയൂണിയൻ. എന്ത് വേണം ഇനി? നോട്ട് സൂപ്പറായി അല്ലേ? ഇപ്പോൾ ഒരു റീയൂണിയൻ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തിൽ 2-3 ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ തമ്മിൽ കണ്ടു കാണണം, അതിനെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി വരുന്ന 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച, ഈ ഇത്രയും ദിവസത്തിനകം നിങ്ങൾ തമ്മിൽ കാണാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം പാഷനേറ്റ് ആയിട്ട് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്, ഹൈ സ്പീഡിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കിട്ടിയിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അവർ നിങ്ങളെ കാണാൻ വരുന്നു, ഒരു തീരുമാനവുമായിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട്. ഇന്ന് ഞാൻ വേറെ മെസ്സേജസ് ഇടുന്നില്ല, കാരണം മെസ്സേജസ് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഞാൻ ഇതിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അതും കൂടെ പോയി കണ്ടോളൂ കേട്ടോ. എന്തായാലും മിസ്സിങ് എനർജിയാണ്, മിസ്സിങ് വല്ലാതെ ചെയ്യുന്നുണ്ട്, സ്നേഹവും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ റീഡിങ്. അല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്തു തരാം. ഓക്കെ, ഇതുപോലത്തെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോണ്ടാക്റ്റ് ചെയ്തോളൂ. ലൈവ് നാളെ രാവിലെ 11 മണിക്ക് മെമ്പേഴ്സ് ലൈവാണ് കേട്ടോ. മെമ്പേഴ്സ് ഓൺലി ലൈവാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാളെ 11 മണിക്ക് വന്നോളൂ. ഓക്കെ, അപ്പം നാളെ നമുക്ക് കാണാം.
അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.